തിരുത്താൻ തുടങ്ങിയിട്ട് എന്താണ്? എടാ അതൊന്നും അങ്ങനെ വെട്ടാതറാ. 5-6 മാസം പുറത്തു പോലും ഇറങ്ങാതിരുന്ന് എഴുതിയാണ്. ഒന്ന് പോയടാ, ഒന്ന് തള്ളുമ്പൊരു മയത്തി തള്ളു. നീ ഇവിടെ തന്നെ നല്ല എഴുതിയത് 5-6 മാസം പുറത്തു പോയില്ലെന്ന്. എടാ പുറത്തിറങ്ങിയില്ല വെച്ചാ ഇടക്കിടക്ക് പുറത്തിറങ്ങി ഒരുപാട് ബുദ്ധിമുട്ടി എഴുതാണെന്നാണ് ഉദ്ദേശിച്ചത്. എന്റെ അളിയ, നമ്മൾ ഈ സിനിമ എടുക്കുന്നതോടുകൂടി ഇത് പൂട്ടിക്കേട്ടാ നല്ല പരിപാടി. എന്താടാ ഈ സ്ക്രിപ്റ്റിന് ഒരു കുഴപ്പം? എടാ നമ്മളിത് എഴുതി തുടങ്ങിയ സമയം, നമ്മളല്ല ഞാൻ. എന്റെ പൊന്നോ നീ. ആ എടാ നീ ഇത് എഴുതി തുടങ്ങിയ സമയം, അന്നത്തേന് ശേഷം സിനിമ ഒരുപാട് മാറി. ആ പുതിയ സിനിമയൊക്കെ ഞാനും കാണാറുള്ളതാണ്. അതുകൊണ്ട് എന്താ കാര്യം? ഈ സീനൊക്കെ ഭയങ്കര ബോറാണ്. 4-5 വർഷം മുമ്പത്തെ സിനിമ പോലെ ഉണ്ട്. ഉദാഹരണത്തിന് എടാ ഉദാഹരണത്തിന് ഹീറോ ഹീറോയും കണ്ടുമുട്ടുന്ന സീൻ. ആ സീൻ തൊട്ടു പോരാ, എന്റെ മാസ്റ്റർ പീസ് ആണ്. എന്റെ അളിയ, അത് നീ എന്റെ മീനോടെ കഥ കേട്ടിട്ട് എഴുതിയ സീനാണ്. അതെ. എന്നിട്ട് നീ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത് നോക്കിയേ. ഇത് ഗംഭീര സീനിലടാ. ഇത് എപ്പോ വായിച്ചാലും എനിക്ക് രോമാഞ്ചം വരാറുണ്ടല്ലോ. പിന്നെ ഭയങ്കര ബോറായുണ്ട്. എടാ ആദ്യമായിട്ട് കാണുന്നവർ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഇതിൽ ഫുൾ ഡ്രാമയാണ്. എടാ സിനിമയാകുമ്പോൾ കുറച്ച് ഡ്രാമയൊക്കെ വേണം. അല്ലാതെ നടന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ എഴുതി വെച്ച ആൾക്കാർ ബോറടിച്ച് എഴുന്നേറ്റ് പോകും. എന്റെ അളിയ, ഇപ്പോഴത്തെ ആളുകൾ റിയലിസ്റ്റിക് സിനിമയാണ് ഇഷ്ടപ്പെടുന്നത്. ഇങ്ങനത്തെ സീൻ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ തിയേറ്ററിൽ എഴുന്നേറ്റ് കൂവും. എടാ ഒരു എഴുത്തുകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം. തേങ്ങാ കോല. എടാ ഇനിയും ഇതിൽ കുറെ സീനുകൾ വെട്ടാറുണ്ട്. എന്റെ അമ്മ, ഇതിലും ഭേദം രാജീവ് സാറായിരുന്നു കേട്ടാ. അയാൾക്ക് പിന്നെ കുറച്ച് അടിയിടിയൊക്കെ ചേർത്തിട്ട് കുറച്ച് പിരിമുറുക്കുണ്ടായി കൊടുത്ത പ്രശ്നമില്ലായിരുന്നു. എന്താ നീ ആളെ കൊണ്ട് ഡയറക്റ്റ്? എടാ നിനക്കിപ്പോൾ എന്താ വേണ്ടത്? തിരുത്തണം. തിരുത്തിക്കോ. പക്ഷെ നീ തിരുത്തിയ സാധനം എനിക്കൊണ്ട് ബോധ്യപ്പെട്ടാലേ നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകും. അത് എളുപ്പമല്ല. ഡൺ. പിന്നെ ഞാൻ അതിൽ ചില സ്ഥലത്ത് ഒരുപാട് ബ്രില്യൻസ് ചേർത്തിട്ടുണ്ട്. അതൊന്നും കട്ട് ചെയ്യരുത്. ആ അത്ര ശരിയല്ല. അതല്ല വിനോദേട്ടാ, കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അപ്രൂവൽ ചെയ്യണം. ഇല്ല, അധികം താമസിക്കില്ല. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. വേണ്ട ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. കൂടിപ്പോയ 2 ദിവസം. ആ ഓക്കെ ശരി. അതെ, കഫറ്റീരിയയുടെ കാര്യം വല്ലതും പറയാനാണെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാം. ആ ജിൻഡോ അങ്ങനെ കണ്ടാൽ പിന്നെ അത് മതി. ഞാൻ അതിനൊന്നിനും അല്ല, എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയാനായിട്ടാ. എന്നാ പറ. അതെ, ഇന്നലെ അമ്മ വിളിച്ചിരുന്നു. എന്നിട്ട് എപ്പോൾ വിളിച്ചാലും കല്യാണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. എത്ര കാലം ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്നൊക്കെ ഇപ്പോൾ ചോദിക്കുന്നു. ഈ പ്രായത്തിൽ ഇനി അമ്മച്ചി കല്യാണം കഴിച്ചിട്ട് എന്ത് ചെയ്യാനാ ജോസഫേട്ടാ? ആ വയസ്സായി വരില്ലേ, ഓരോ ആഗ്രഹങ്ങളെ കാണും. എന്തായാലും അമ്മച്ചി ഇത്ര കാര്യമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ മക്കളെല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ച് നടത്തി കൊടുക്ക്. എൻ്റെ അമ്മച്ചിയുടെ കെട്ടിൻ്റെ കാര്യമല്ല, എൻ്റെ കല്യാണക്കാരിയാണ് പറയുന്നത്. എൻ്റെ ജോസഫേട്ടാ, നിങ്ങൾ ഈ വണ്ടി ഓടിച്ചിട്ട് എങ്ങോട്ടാ വരുന്നതെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായി കേട്ടാ. മനസ്സിലായിരുന്നല്ലേ? എൻ്റെ ലക്കി മോളെ, എങ്ങനെയെങ്കിലും എൻ്റെ വണ്ടി ഒന്ന് നീ കരക്കടുപ്പിച്ചതാ. എൻ്റെ പൊന്നു ജോസഫേട്ടാ, കാര്യം പ്രീതി ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിനെ പോലെയൊക്കെ തന്നെയാ. പക്ഷേ ഈ കാര്യവും പറഞ്ഞ് എനിക്ക് അവരുടെ മുമ്പിൽ പോയി നിൽക്കാനേ സത്യം പറഞ്ഞാൽ കുറച്ച് പേടിയുണ്ട്. നീ എന്താ മോളെ നീ ഞാൻ തമ്മിൽ പിന്നെ എന്താ ഒരു വ്യത്യാസം? ചേട്ടാ, ഞാൻ പോയത് എങ്ങനെ പറയാനാ? ചേച്ചിക്ക് ചേട്ടനോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. ഒരു ക്ലൂ പോലും അവരെനിക്ക് തരുന്നില്ല. ഇപ്പം അങ്ങനെ പഴയ പോലൊന്നും അല്ല. ഫോണിൽ വിളിച്ച് ഹെൽപ്പൊക്കെ ചോദിക്കാറുണ്ടല്ലോ. ഞങ്ങൾ ഒന്നിച്ച് ലുലുവിൽ പോയി മിക്സിയൊക്കെ മേടിച്ചല്ലോ. എന്നാൽ പിന്നെ ചേട്ടന് നേരിട്ട് അങ്ങോട്ട് ചോദിച്ചാൽ പോരെ? ഇത് വെറും ടൈം പാസ് ഒന്നുമല്ലല്ലോ, കല്യാണം കഴിക്കാനല്ലേ. ചേട്ടൻ പോയി സംസാരിക്കുമ്പോഴേ അതിൻ്റെ ഒരു സീരിയസ്നെസ് ഒക്കെ ഉണ്ടാവും. എന്നാലും അവിടെ മനസ്സിൽ എന്താണെന്നുള്ള അറിയാതെ. ഇനി നെഗറ്റീവ് ആണെങ്കിൽ ഇത്രയും കാലത്തെ ഇടപെടൽ വെച്ചിട്ട് അവൾ കയറി തല്ല് വരെ ചെയ്യും, അറിയാമല്ലോ. അതെ, ഞാൻ പോയി സംസാരിക്കാം. ജസ്റ്റ് പോയെന്ന് പറയും, അത്രേ ഉള്ളൂ. എന്നിട്ട് ചേച്ചിക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പിന്നെ അത് നിങ്ങൾ തമ്മിലായിക്കോണം. ഓക്കെ? ഏറ്റു മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ആദ്യം അഡ്വാൻസ് എത്ര കിട്ടും നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ബാക്കി കാര്യങ്ങൾ. മറ്റേ കോർപ്പറേഷൻ ഓഫീസിലെ കാര്യം എന്തായി? അത് ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ ഞാൻ മാത്രമല്ല, സാമും കൂടെ വരണം കേട്ടോ. തന്നെ ഞങ്ങൾ അഡ്വാൻസ് ഇട്ടിട്ടുണ്ട്. അടിപൊളി. അപ്പൊ ഇനി നമുക്ക് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം, അല്ലേ പാർട്ണറെ? യെസ് പാർട്ണർ. നമുക്കേ മൊത്തത്തിൽ ഗ്രാൻഡ് ഇന്റീരിയർ സെറ്റ് ചെയ്യണം. പുറത്ത് നോക്കുമ്പോൾ ഒരു ലക്ഷറി ഫീൽ ചെയ്യണം. അതെന്താ, നമ്മൾ 5 സ്റ്റാർ ഹോട്ടലാണ് ഉണ്ടാക്കാൻ പോണേ? അങ്ങനെ ചോദിച്ചു. എന്റെ സാം, നമുക്ക് ഇപ്പൊ വേണ്ടത് കണ്ടംപററി ആയിട്ടുള്ള ലോ കോസ്റ്റ് ഡിസൈനിങ് ആണ്. അല്ലടാ, പുറത്ത് നോക്കുന്നവർക്ക് അട്രാക്ഷൻ തോന്നണ്ടേ? സാമേ, നമുക്കിപ്പോൾ ഇന്റീരിയർ ഡിസൈനിങ് കൂടുതൽ ക്യാഷ് ചിലവാക്കാൻ പറ്റില്ല. അതിന് പല കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണ് കാരണങ്ങൾ? 1, നമ്മൾ ഈ ബിസിനസ് ഈ കൊച്ചു മാർക്കറ്റിൽ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോണത്. സോ നമുക്കിപ്പോൾ ആവശ്യം ആൾക്കാരിലേക്ക് നമ്മുടെ ബിസിനസ് ഐഡിയ മാക്സിമം എത്തിക്കുക എന്നുള്ളതാണ്. അതായത് മാക്സിമം മാർക്കറ്റ് ചെയ്യണം. എത്ര നമ്മൾ മാർക്കറ്റ് ചെയ്യണോ അത്രയും എൻക്വയറീസ് വരും. പിന്നെ നമ്മൾ പ്രോഡക്റ്റ് ഷോക്കേസ് ചെയ്യുന്നത് ഷോർട്ട് ടൈം ബേസിസിൽ മാത്രമാണ്. അതായത് നമ്മൾ കൃത്യമായ ഇടവേളകൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ,
അപ്പോൾ നമ്മൾ ഗ്രാൻഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുമാത്രമല്ല ഷോറൂമിൽ ലക്ഷറി ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ മിഡിൽ ക്ലാസ് ഫാമിലീസ് കയറാനായിട്ട് മടിക്കും. നല്ല വോക്കിൻ ഉണ്ടെങ്കിലേ മൗത്ത് പബ്ലിസിറ്റി കിട്ടുള്ളൂ, എന്നാലേ നല്ല ബിസിനസ് ഉണ്ടാവുള്ളൂ. എന്നാ പറഞ്ഞാൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അവരോട് ചെയ്തൊന്ന് സൂചിപ്പിക്കാം. ആദ്യം അവരൊന്നൊന്ന് കാണട്ടെ, എന്നിട്ട് മതി. ആ, നമുക്ക് എത്ര സ്റ്റാഫിനെ എടുക്കണം? ഇപ്പോൾ ഒരാളെ എടുക്കില്ല. അല്ല, അപ്പോൾ മാർക്കറ്റിംഗ് ഒക്കെ? ഓൺലൈൻ മാർക്കറ്റിംഗ് ലെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷോറൂമിൽ തൽക്കാലം ഞാനുണ്ടല്ലോ. മേജർ ആയിട്ടുള്ള ക്ലയൻസിനെ സാം നോക്കണം. അയ്യോ, ഞാനോ? പിന്നെ അല്ലാണ്ട് ഈ ബിസിനസിനെ കുറിച്ച് സാമിനല്ലാണ്ട് വേറെ ആർക്കാ കൂടുതൽ അറിയാവുന്നേ? ആണല്ലേ. പിന്നെ അല്ല. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇത്രയും കാലം എവിടെയായിരുന്നു? ഞാൻ എൻ്റെ വീട്ടില്. ആണോ? അപ്പോൾ ചോദിക്കണം എന്താണെന്ന് ചോദിക്കണം. അപ്പോൾ പുള്ളിയെ ഡയലോഗ് പറയും അത് ഭയങ്കര ഷോക്കാണെന്ന്. അപ്പോൾ ആ രീതിയിൽ തന്നെ പറഞ്ഞാൽ മതി. ഡയലോഗ് എല്ലാം ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ നിങ്ങളത് കംഫർട്ടബിൾ ആയിട്ട് രീതി ചെയ്തോ. ഓക്കെ അല്ലേ? ആ ഓക്കെ. എന്താണ് കുറെ നേരമല്ലോ, എന്താണ് കാര്യം പറ. എടാ കാര്യം സിമ്പിളാണ്. നീ രാവിലെ പറഞ്ഞ സീനില്ലേ, അത് ഞാൻ അവർക്ക് ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. നീ എഴുതിയ പോലെ വള്ളി പുള്ളി തെറ്റാതെ. എന്നിട്ടെന്താ അവരിതിപ്പോ അഭിനയിക്കും, നമ്മളത് ഷൂട്ട് ചെയ്യും. അത് കാണുമ്പോൾ നിനക്ക് മനസ്സിലാവും നീ എഴുതി വെച്ചിരിക്കുന്നതിനൊക്കെ പ്രശ്നങ്ങൾ എന്താ. എടാ ഞാൻ നല്ല കാലിബറുള്ള 2 ആക്ടേഴ്സിനെ മനസ്സിൽ വെച്ച് എഴുതിയാണ്. അത് ഈ പിള്ളേർ ഇപ്പൊ അഭിനയിച്ച് കഴിഞ്ഞാൽ ശരിയാവും. ഇല്ലടെ ഈ ചളിഞ്ഞ സീൻ ചെയ്യാനായിട്ട് ഞാൻ കാശ് കൊടുത്ത ആളെ കൊണ്ടുവരാം. ഇവിടെ സീനിനെ കുറ്റം പറഞ്ഞാൽ ഞാൻ പറയാം. ഇപ്പൊ അത് വിട്, നമ്മൾ രണ്ടുപേരല്ലേ കാണുന്നുള്ളൂ, പോരെ? അല്ല, എന്താണ് നിന്റെ കയ്യിൽ വേറെ സാധനം? ഇത് ഞാൻ തിരുത്തിയ സ്ക്രിപ്റ്റ്. ഇപ്പൊ ഇത് കഴിഞ്ഞ ശേഷം ഞാൻ ഈ സീനും കൂടി അവരെ കൊണ്ട് ചെയ്യിക്കും. അതും കൂടി കണ്ടു കഴിഞ്ഞിട്ട് വേണം ഈ സീൻ എങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് തീരുമാനിക്കാം. എടാ ഇങ്ങനെയൊക്കെ വേണോ? എടാ നീയല്ലേ രാവിലെ പറഞ്ഞത് നിനക്ക് കൂടി ബോധ്യമായാലേ തിരുത്താൻ സമ്മതിക്കുള്ളൂ. ഓ അതാണ് കാര്യം. എന്നാ നടക്കട്ടെ. എടാ മക്കളെ, ഡയലോഗ് പഠിച്ചോ? ഓക്കെ, എന്നാ പൊളിക്ക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. റോളിംഗ് ആക്ഷൻ. എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കാണ്. ജീവിതം പലപ്പോഴും അങ്ങനെയാണ്. ഇടയ്ക്ക് നമ്മളെ ഒറ്റയ്ക്കിരുത്തി കരയിപ്പിക്കും, ചിലപ്പോൾ കൂട്ടം കൂടി ചിരിപ്പിക്കും. കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ ഒരാളായും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് പേരായും തോന്നിക്കും. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലും ഞാൻ ഒറ്റയ്ക്കാണ്. കണ്ണ് തുറന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒറ്റയ്ക്കാണെന്ന് തോന്നിയേക്കാം. കണ്ണടച്ച് ആത്മാവിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ ഒറ്റയ്ക്കല്ല. എനിക്ക് മനസ്സിലായില്ല. ഒന്ന് കണ്ണടയ്ക്കൂ. ഇപ്പൊ എന്ത് കാണുന്നു? എന്റെ പുണ്യടി ചേട്ടാ, ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലും ഇങ്ങനെ സംസാരിക്കുമോ? എന്താ സംസാരിച്ചാല്? ഇപ്പൊ എങ്ങനെയുണ്ട്? നിന്നോട് നേരത്തെ പറഞ്ഞിട്ടാണ്. എടാ ഈ സീനിനൊരു കുഴപ്പമില്ല. ഇത് കുഞ്ഞു പിള്ളേരാണ്, അവർക്ക് ഇനി ഇന്റൻസിറ്റി മനസ്സിലാവാനാണ്. കേട്ടോ, എന്റെ കണ്ണൊക്കെ നിറഞ്ഞു. എന്തിന്? അത് നിന്നോടൊരു കാര്യം പറയട്ടെ, നല്ല ബോറ് സീനാണ്. എന്നാ നീ റീവർക്ക് ചെയ്ത സീൻ ഒന്ന് ചെയ്ത് കാണിക്കും. ചെയ്ത് കാണിച്ചു തരാം. മക്കളെടാ നിങ്ങൾ ഡയലോഗ് ഓടി. എടാ ഇതാ മറ്റേ മോശമാണ്, ഞാൻ കൂ. പക്ഷെ കരയരുത്. ഇത് ഞാൻ കൂ. വേണ്ട ഡയലോഗ് ഓടി.